അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അവർക്ക് ദുബായിൽ പോകാനുള്ള പ്രൊസീജിയേഴ്സാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. അതെ, കേരളത്തിൽ പഠിച്ചവർക്കാണ് ഈ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു രജിസ്ട്രേഷൻ. ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എബ്രോഡ് ഒരിക്കലും അത് എടുക്കത്തില്ല. അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അവർക്ക് ദുബായിൽ പോകാനുള്ള പ്രൊസീജിയേഴ്സാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. അതെ, നമുക്കിപ്പോൾ MLT, കാർഡിയാ കെയർ, റേഡിയോഗ്രാഫിയേഴ്സ്, പിന്നെ അങ്ങനെ ഒരുപാട് മൈക്രോബയോളജി, ബയോകെമിസ്റ്റ്, പിന്നെ അങ്ങനെ ഡയറ്ററ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ, കുറേ പ്രൊഫഷണൽസ് ഉണ്ടല്ലേ അലൈഡ് ഹെൽത്തിൽ. അവർക്ക് മറ്റു എല്ലാ പ്രൊഫഷണൽസിനെ പോലെ തന്നെയുള്ള സെയിം പ്രൊസീജിയേഴ്സ് ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം അവർക്ക് അലൈഡ് ഹെൽത്ത് എന്ന് പറയുമ്പം കേരളത്തിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ കേരള പാരാമെഡിക്കലിന്റെ രജിസ്ട്രേഷൻ ആയിരിക്കും അതൊരു മെയിൻ പ്രശ്നമാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ അതർ സ്റ്റേറ്റിലൊക്കെ പഠിച്ചവർക്ക് രജിസ്ട്രേഷൻ ഇല്ല. അത് ഇനി ഫ്യൂച്ചറിൽ വരാം, ഇതുവരെ അറ്റ് പ്രസന്റ് ഇല്ല. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ AHPയുടെ രജിസ്ട്രേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ കേരളത്തിൽ പഠിച്ചവർക്കാണ് ഈ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു രജിസ്ട്രേഷൻ. കൗൺസിൽ അത് ടോട്ടൽ ഒരു ഗ്ലോബലി അക്സെപ്റ്റൻസ് ഉണ്ട്, കേരള പാരാമെഡിക്കൽ കൗൺസിൽ എന്ന് പറയും. പിന്നെ ബംഗാൾ പാരാമെഡിക്കൽ കൗൺസിൽ, അങ്ങനെ ഏതോ ഒരു ഡൽഹി ഒക്കെയാണ്, 2-3 ഈ അക്സെപ്റ്റൻസ് ഉള്ളത്. അല്ലാതെ ഇപ്പോൾ തമിഴ്നാട്, കർണാടക അവിടെയൊക്കെ പഠിച്ചിട്ട് വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അവർ വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇതിൽ പഠിക്കും, അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചിട്ട് വരുമ്പോൾ കൗൺസിലില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു അഡ്വൈസ് അസോസിയേഷൻ ഓഫ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, AHP എന്ന് പറയും. അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 വർക്കിംഗ് ഡേയ്സിൽ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും. അത് ഗ്ലോബലി ഒരു വൈഡ് അക്സെപ്റ്റൻസ് ഉള്ള ഒരു രജിസ്ട്രേഷനാണ്. അപ്പോൾ അനസ്തേഷ്യ ആയാലും പാരാമെഡിക്കൽ, ഏത് ലാബായാലും, ഡയറ്ററ്റിക്സ്, ന്യൂട്രീഷൻ, അനസ്തേഷ്യ, OT, ഏത് മേഖലയിലുള്ള ആൾക്കാരായാലും അവർക്കത് എടുക്കാൻ പറ്റും. പിന്നെ ഈ റേഡിയോഗ്രാഫേഴ്സിന് ISRTC എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സിന്റെ. അപ്പോൾ അത് അക്സെപ്റ്റൻസ് ഉള്ളതാണ്, അത് അവർക്ക് മതിയാവും. പിന്നെ ഈ ഒപ്റ്റോമെട്രി ഉള്ളവർക്ക് ഒപ്റ്റോമെട്രി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ OCI എന്ന് പറയും. അതുപോലെ തന്നെ ഇന്ത്യൻ ഒപ്റ്റോമെട്രി കൗൺസിൽ, IOC എന്ന് പറയും. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ AHPയുടെ രജിസ്ട്രേഷൻ എടുക്കുന്നത് സിമ്പിളാണ്, ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. രജിസ്ട്രേഷനും ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മറ്റ് കൗൺസിൽസിൽ, ഇപ്പം നഴ്സിംഗ് കൗൺസിലോ മെഡിക്കൽ കൗൺസിൽ, അതൊക്കെ 6 മാസത്തെ വാലിഡിറ്റിയാണ് ഗുഡ് സ്റ്റാൻഡിങ്ങിനുള്ളത്. പക്ഷെ നമ്മുടെ ഈ AHPയുടെ ഗുഡ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ലൈഫ് ടൈം വാലിഡ് ആണ്. ആ രജിസ്ട്രേഷനും റിന്യൂ ചെയ്യേണ്ട, ഗുഡ് സ്റ്റാൻഡിങ് റിന്യൂ ചെയ്യേണ്ട. വൺസ് അത് ഒബ്റ്റെയിൻ ചെയ്താൽ ലൈഫ് ടൈം അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ISRTCയുടെയും ഒപ്റ്റോമെട്രി കൗൺസിലിന്റെ എല്ലാം. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. പിന്നെ വരുന്നത് ഡാറ്റ ഫ്ലോ ആണ് അല്ലേ? അതെ, പിന്നെ ഡേറ്റ ഫ്ലോ ആണ് പ്രോസസ്സ് വരുന്നത്. അതിൽ ഇപ്പോൾ ഡിപ്ലോമ ചെയ്തിട്ടുള്ളവർ കാണും, BSc ക്വാളിഫിക്കേഷൻ ഉള്ളവർ കാണും. ഏതാണ് ക്വാളിഫിക്കേഷൻ, ആ മെയിൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് തരിക, എല്ലാ വർഷത്തെ മാർക്ക് ഷീറ്റ്, പിന്നെ പാസ്പോർട്ട് കോപ്പി. പിന്നെ ഇവർക്കും 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ആഫ്റ്റർ കോഴ്സ് കംപ്ലീഷൻ. പിന്നെ ചിലർ ഈ ഭാരത് സേവക് സമാജിന്റെ ഒക്കെ രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നവരുണ്ട്. ഒരുപാട് നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. നെഗറ്റീവ് വരും, കാരണം അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് വിഷമം തോന്നും, കാരണം ഇവർ ഇത്രയും ഈ കോഴ്സ് പഠിച്ചു, ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എബ്രോഡ് ഒരിക്കലും അത് എടുക്കത്തില്ല. ഗവൺമെന്റ് ഓതറൈസ്ഡ് ബോഡി അല്ലെന്നാണ് മെൻഷൻ ആയിട്ട് പഠിക്കാൻ പോകുന്നവരും. അതെ, ഇത് എല്ലാവർക്കും ഒരു ഇൻഡിക്കേഷൻ ആണ്. BSSന്റെ കോഴ്സ് പഠിക്കുന്നവർ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒരു വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ BSS മാക്സിമം എടുക്കാതിരിക്കുക എന്നുള്ളൊരു അഡ്വൈസും കൂടെ നമുക്ക് ഒരു സജഷൻ പോലെ നിങ്ങൾ എടുക്കാതെ. പിന്നെ 2 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് കാണിക്കുക, പാസ്പോർട്ട് കോപ്പി, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് അവർ മെയിൽ അയച്ചു തരണം, സ്കാൻഡ് കോപ്പീസ് ആയിട്ട്. പിന്നെ 30 വർക്കിംഗ് ഡേയ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ ഇപ്പം എല്ലാ അലൈഡ് ഹെൽത്ത് കോഴ്സസിന്റെയും കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും എന്താ പറയുക, ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് ആണ്. ഒരു 100% പാസിംഗ് ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ എത്ര നമ്മൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് സൈഡിൽ നിന്ന് അവരൊരു എഫേർട്ട് ഡെഫിനറ്റ്ലി അവരിടണം. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഏതാണോ അവർക്ക് ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യാം. പിന്നെ ട്യൂട്ടറുമായിട്ട് എപ്പോഴും വീക്കിലി ഒരു ലൈവ് സെഷൻ കാണും. കഴിഞ്ഞവർക്കും ഒരു മെയിൻ ചലഞ്ച് ആയിരുന്നു കോച്ചിങ് ഇല്ലാതിരുന്നത്. ഇപ്പം അത് ഒരുപാട് കോച്ചിങ് ട്രൂവേഡ് ഉണ്ടല്ലോ എല്ലാം. എനിക്ക് തോന്നുന്നു അലൈഡ് ഹെൽത്തിന്റെ കോച്ചിങ് ഇല്ലാത്ത ടൈറ്റിൽസ് റെയർ ആണ് ഇവിടെ. OT, അനസ്തേഷ്യ, പിന്നെ എന്താ പറയുക, ഡയറ്ററ്റിക്സ്, ന്യൂട്രീഷൻ, എല്ലാം, റേഡിയോഗ്രാഫേഴ്സ്,
കാർഡിയാക് കെയർ, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി എല്ലാം ഒരു സീരിയസ്, ചിലപ്പോൾ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ടൈറ്റിൽസിന് നമുക്ക് കോച്ചിങ് ഉണ്ട്. കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളത് DCയുടെ ലൈസൻസിങ് പിന്നെ നമുക്ക് എക്സാം ബുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതും ട്രിവാൻഡ്രത്ത് മാത്രമേ സെൻറ്റർ ഉള്ളൂ കേരളത്തിൽ, അല്ലെങ്കിൽ പുറത്ത് ഔട്ട്സൈഡ് കേരളം നോക്കുക. എക്സാമിന് പോകുമ്പം നമ്മൾ ബുക്ക് ചെയ്യുമ്പം നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ വരും. ആ ലെറ്ററും പാസ്പോർട്ടിൻ്റെ കോപ്പി, ഒറിജിനൽ പാസ്പോർട്ടൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോയി എക്സാം എഴുതാന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് DCയുടെ ലൈസൻസിങ് പ്രൊസീജിയറാണ്. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് എലിജിബിലിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഇവർക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ എംബസിയുടെ അറ്റസ്റ്റേഷനും ചെയ്യാം. ഇതിൽ എപ്പോഴും നമുക്ക് വേസ്റ്റേജ് ഓഫ് ടൈം എന്നുള്ളത് വരുന്നില്ല. നമ്മുടെ ഡേറ്റാ ഫ്ലോയുടെ ടൈമിൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരലായിട്ട് ആ ടൈം മാനേജ് ആയി പോകും. അതിനിടയിൽ തന്നെ അവർക്ക് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാം. അപ്പൊ അവിടെ ഓരോന്നിനും പിന്നെ എക്സ്ട്രാ ടൈം വരുന്നില്ല. ഒരു 2 months എല്ലാം ഫിനിഷ് ചെയ്തിട്ട് പോവാന്നുള്ളതായിരിക്കണം ഒരു 1.5 മാസത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അതെ അതെ, ഫാസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ DHAക്ക് വലിയൊരു കോംപ്ലക്സിറ്റി ഓഫ് പ്രൊസീജിയേഴ്സും വരുന്നില്ല, എല്ലാം സിമ്പിൾ ആണ്. എലിജിബിലിറ്റി ആയാലും നമുക്കൊരു 7 to 10 വർക്കിംഗ് ഡേയ്സിൽ കിട്ടും. ആ ലെറ്ററുമായിട്ട് എംപ്ലോയറിൻ്റെ അടുത്ത് പോവാം, മൈഗ്രേറ്റ് ചെയ്യുക. അവിടെ നിന്ന് എംപ്ലോയർ ആയിരിക്കും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എംബസി അറ്റസ്റ്റേഷൻ ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് അറ്റസ്റ്റേഷനാണ് വരുന്നത്. ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള UAE അറ്റസ്റ്റേഷനും പിന്നെ UAE നിന്നുള്ള മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചിലർ ചോദിക്കും നമ്മൾ അങ്ങ് പോയിട്ട്, അതായത് UAE പോയിട്ട് അവിടെ പോയിട്ട് അറ്റസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഇന്ത്യയിൽ നിന്ന് SDM MA UAE എംബസി ചെയ്താൽ മാത്രമേ ഈ ഡോക്യുമെന്റ് ഫോറിൻ അഫയേഴ്സ് അക്സെപ്റ്റ് ചെയ്യൂ. അവിടുത്തെ ഒരു എംബസിയിൽ നമ്മളുടെ ഡോക്യുമെന്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള UAE എംബസി അറ്റസ്റ്റേഷൻ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും അത് ചെയ്യാതെ പോകരുത്, എല്ലാം ചെയ്തിട്ട് തന്നെ പോകണം. പിന്നെ കറക്റ്റ് ടൈമിൽ ട്രൂവേ എന്ന് പറയുമ്പം ഈച്ച് ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മൾ തന്നെ ഈച്ച് ടൈമിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ആ ഒരു റിസ്ക് വരുന്നില്ല. അവർ ചെയ്യേണ്ടത് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് തരിക, റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ട് എത്രയാണോ പേയ്മെന്റും കാര്യങ്ങളും അത്രയും മാത്രമാണ് ആ ഒരു കാൻഡിഡേറ്റ്സ് ആയിരിക്കും ചെയ്യേണ്ടത്. നമ്മളെ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ടെൻഷൻ ഫ്രീ ആണ്. എല്ലാം നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അതിനുണ്ടായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോച്ചിങ് ഒക്കെ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ചിലർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒട്ടും ഡൗട്ടില്ലാതെ ട്രൂവേയുടെ കോച്ചിങ് ചൂസ് ചെയ്യാം. എല്ലാ സർവീസും, ഈവൻ റിക്രൂട്ട്മെൻറ്റ് പോലും നമുക്ക് എന്താ പറയുക, ഒരുപാട് നല്ല രീതിയിലുള്ള ജെനുവിൻ റിക്രൂട്ടേഴ്സായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അതുപോലെ നമുക്ക് ആ സൈഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ CVs ഒക്കെ ഷെയർ ചെയ്യുകയോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യിപ്പിച്ച് തരാൻ പറ്റും. അപ്പോൾ ഒന്നിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.